our.1961 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിൻസ്റ്റർ കാസിൽ ആണ്. വിൻസ്റ്റർ കാസിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഒരു ഔദ്യോഗിക വസതിയാണ്. ഈ കാസിലിനുള്ളിലായി സെൻറ് ജോർജ് ചാപ്പൽ എന്നൊരു ചാപ്പലും സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായ ഒരു കാസിലാണ് വിൻസ്റ്റർ കാസിൽ. ഇത് 7 ഏക്കറിൽ പരന്നു കിടക്കുന്നു. ഇതിനുള്ളിൽ സ്റ്റേറ്റ് അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ക്വീൻ മേരീസ് ഡോൾ ഹൗസ് ഉണ്ട്, സെൻറ് ജോർജ് ചാപ്പൽ എന്നിവ ഉണ്ട്. ഇതെല്ലാം വിൻസ്റ്റർ കാസിലേക്ക് പോകുന്ന വഴിയിലുള്ള കെട്ടിടങ്ങളാണ്. നോക്കൂ, ഇതെല്ലാം ബ്രിട്ടീഷ് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ പഴയ കാലത്തെ കെട്ടിടങ്ങളും പുതിയ കാലത്തെ കെട്ടിടങ്ങളും കാണാം. ഈ വിൻസ്റ്റർ കാസിലേക്ക് ട്രെയിൻ മാർഗവും റോഡ് മാർഗവും പോകാവുന്നതാണ്. ഏകദേശം 1000 വർഷം പഴക്കമുണ്ട് വിൻസ്റ്റർ കാസിലിന്. ഈ കാണുന്നതാണ് വിൻസ്റ്റർ കാസിൽ. വിൻസ്റ്റർ കാസിലിന് വളരെ നീണ്ടതും ആകർഷകവുമായ ചരിത്രമുണ്ട്. വില്യം ദ കോൺകറർ ആണ് ഏകദേശം 1070 ഈ കോട്ട പണി കഴിപ്പിച്ചത്. പിന്നീട് ഇത് പല രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും പ്രിയപ്പെട്ട വസതിയായി മാറി. ഹെൻറി 8-ാമൻ, എലിസബത്ത് രാജ്ഞി എന്നിവരെല്ലാം ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് വിൻസ്റ്റർ കാസിൽ എന്നാക്കിയത് 1-ാം ലോകമഹായുദ്ധകാലത്താണ്. അതിനു മുൻപ് ഇതിൻ്റെ പേര് സാസ്കെ, കോബർഗ് ആൻഡ് ഗോഥ എന്നായിരുന്നു. 1992 ഇതിന് വലിയൊരു തീപിടുത്തമുണ്ടായെങ്കിലും അത് പിന്നീട് മനോഹരമായി പുനർനിർമ്മിക്കപ്പെട്ടു. ഇതിൻ്റെ ഒരു ഭാഗത്ത് ബ്രിട്ടീഷ് രാജകുടുംബം ഇപ്പോഴും താമസിക്കുന്നു. അവിടേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. ഇതിനുള്ളിലുള്ള സെൻറ് ജോർജ് ചാപ്പൽ അനവധി രാജകീയ വിവാഹങ്ങൾക്കും സ്മാരകങ്ങൾക്കും വേദിയായിട്ടുണ്ട്. ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ അനവധി പേരുടെ ശവകുടീരവും ഇതിനുള്ളിലുണ്ട്. ഈ കാണുന്നതാണ് സെൻറ് ജോർജ് ചാപ്പൽ. ഈ ചാപ്പലിനുള്ളിൽ 10 രാജാക്കന്മാരുടെ ശവകുടീരമുണ്ട്. ഹെൻറി 6-ാമൻ, എഡ്വേർഡ് 4-ാമൻ, ഹെൻറി 8-ാമൻ, ചാൾസ് 1-ാമൻ, ജോർജ് 3-ാമൻ, ജോർജ് 4-ാമൻ, വില്യം 4-ാമൻ, എഡ്വേർഡ് 7-ാമൻ, ജോർജ് 5-ാമൻ, ജോർജ് 6-ാമൻ എന്നിവരുടെ ശവകുടീരങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ചാപ്പലിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ നീണ്ട ഒരു ക്യൂ തന്നെ കാണാം. ഇതിനുള്ളിലാണ് എലിസബത്ത് രാജ്ഞിയുടെയും ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇതെല്ലാം വളരെ വിശദമായി പോയി കണ്ടു. ചാപ്പലിനുള്ളിൽ വീഡിയോയോ ഫോട്ടോ എടുക്കുവാൻ അനുവാദമില്ല. ചാപ്പൽ കണ്ട് പുറത്തിറങ്ങിയ ഞങ്ങൾ സ്റ്റേറ്റ് അപ്പാർട്ട്മെൻറ്റിലൂടെ മുന്നോട്ട് നടന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും 2 മണിക്കൂറിന് മേലെയായി. ലണ്ടൻ സിറ്റിയിൽ നിന്നും വിൻസ്റ്റർ കാസിലേക്ക് ഒരു പ്രത്യേക തീവണ്ടി സർവീസ് തന്നെയുണ്ട്. വിക്ടോറിയ രാജ്ഞിക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത്. വിൻസ്റ്റർ കാസിൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. രാജകീയ പ്രൗഢിയോടുകൂടിയുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വിൻസ്റ്റർ കാസിൽ വരയ്ക്കുമുള്ള ദൂരം ഒരു രാജവീഥി തന്നെയാണ്. ഇപ്പോൾ ഈ രാജവീഥിക്ക് 2 വശത്തും കച്ചവടവും മറ്റുമായി ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനുള്ളിൽ പഴയ ടിക്കറ്റ് കൗണ്ടറും മറ്റും കാണാം. മാത്രമല്ല, അന്ന് വിക്ടോറിയ രാജ്ഞി ഉപയോഗിച്ചിരുന്ന ഒരു കരി എഞ്ചിനും ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതിന് പേര് തന്നെ ദ ക്വീൻ എന്നാണ്. നോക്കൂ, ഇതാണ് ആ പ്രൗഢഗംഭീരമായ കരി എഞ്ചിൻ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി തുടങ്ങി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വിൻസ്റ്റർ കാസിൽ ഞങ്ങളോടൊപ്പം കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.